ഒരു ചായക്കടയിൽ. കാലത്തിനും ദേശത്തിനും അതീതമായ ഒരിടത്ത് ഒരു ചായക്കടയിൽ വെച്ച് കൃഷ്ണനും യേശുവും കണ്ടുമുട്ടി. ഒരു സ്ട്രോങ് ചായ കൃഷ്ണൻ ഓർഡർ ചെയ്തു. എനിക്കൊരു ലൈറ്റ് ചായ മതി, യേശു പറഞ്ഞു. കൃഷ്ണൻ തന്റെ പുല്ലാങ്കുഴൽ താഴെ വെച്ച് മൊബൈൽ ഫോൺ എടുത്തു. യേശുവേ, താഴോട്ട് നോക്കിയേ, എന്റെ പുതിയ ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടോ? മനുഷ്യർക്കിടയിൽ ഭയങ്കര വൈറലാ. യേശു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ടു കൃഷ്ണ, കണ്ടു. നിന്റെ ഡാൻസ് കൊള്ളാം. പക്ഷേ എന്റെ വെള്ളത്തിന് മീത് നടക്കുന്ന വീഡിയോക്ക് ഇതിലും ലൈക്ക് കിട്ടിയേനെ. അന്ന് ഇന്റർനെറ്റ് ഇല്ലാതായിപ്പോയി. കൃഷ്ണന്റെ മുഖം പെട്ടെന്ന് മാറി. തമാശ മതി. ഇവര് ടെക്നോളജി കൊണ്ട് ഒരുപാട് വളർന്നു. പക്ഷെ ഇപ്പോഴും എന്റെ പേരും നിന്റെ പേരും പറഞ്ഞ് തമ്മിൽ തല്ലുന്നത് കണ്ടോ? ഞാനാണോ വലുത്, നീയാണോ വലുത് എന്ന ഓൺലൈൻ ചർച്ച. യേശു ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. അത് തന്നെയാ ഞാനും ഓർക്കുന്നത്. അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞിട്ട് അവര് അയൽക്കാരന്റെ വൈഫൈ പാസ്വേഡ് ചോദിക്കാൻ പോലും മടിക്കുന്നു. എന്നിട്ടോ മതില് കെട്ടിപ്പൊക്കുന്നു. അതുപോലെ പ്രകൃതിയുടെ കാര്യം. പണ്ട് ഞാൻ പശുക്കളെ മേച്ചിരുന്ന പുൽമേടൊക്കെ അവര് കോൺക്രീറ്റ് കാടാക്കി. എന്നിട്ട് എയർ കണ്ടീഷണറിലിരുന്ന് പ്രകൃതിയെ സംരക്ഷിക്കൂ എന്ന് സ്റ്റാറ്റസ് ഇടും. കൃഷ്ണൻ പരിഹസിച്ചു. യേശു കൃഷ്ണന്റെ തോളിൽ തട്ടി. ശരിയാ കൃഷ്ണ, ഞാനാണെങ്കിൽ മലമുകളിൽ പ്രാർത്ഥിക്കാൻ പോയാളാ. ഇപ്പോഴത്തെ പിള്ളേര് മല കയറുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇടാനാ. അവിടെ റേഞ്ച് ഉണ്ടോ എന്ന ആദ്യത്തെ ചോദ്യം. പെട്ടെന്ന് കൃഷ്ണന്റെ കണ്ണുകൾ തിളങ്ങി. പക്ഷെ ഒരു കാര്യമുണ്ട് യേശുവേ, ഈ ബഹളത്തിനിടയിലും ചില നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. തെരുവുനായ്ക്കൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നവർ, ഓൺലൈനിൽ രക്തം ദാനം ചെയ്യാൻ ആളെ കണ്ടെത്തുന്നവർ, അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. യേശുവും പുഞ്ചിരിച്ചു. അതെ, ആ ചെറിയ നന്മകളാണ് പ്രതീക്ഷ. ഓരോരുത്തരുടെ ഉള്ളിലും നല്ലൊരു അപ്ഡേറ്റ് വരാനുണ്ട്. ചിലപ്പോൾ ഒരു സോഫ്റ്റ്വെയർ റീസ്റ്റാർട്ട് മതിയാകും. നമ്മുടെ വാക്കുകൾ അവർ മീംസ് ആക്കിയാലും അതിലെ സന്ദേശം എവിടെയെങ്കിലും കൊള്ളുന്നുണ്ടാകും. അവർ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് തങ്ങളുടെ ചായ കുടിച്ചു. ലോകം മുഴുവൻ പ്രശ്നങ്ങളാണെങ്കിലും ഒരു നല്ല തമാശ കേട്ടാൽ ചിരിക്കാനും ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനും മനുഷ്യർക്ക് കഴിയുന്നിടത്തോളം കാലം പ്രതീക്ഷയുണ്ടെന്ന് അവർക്ക് തോന്നി.